നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 26 വാക്യങ്ങൾ 26 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവേ, ഇത് എന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യവേ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാകുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, സ്നേഹപൂർവ്വം ആഘോഷകരമായ രീതിയിൽ ഈശോയെ സ്വീകരിക്കുവാൻ ദേവാലയത്തിന്റെ നടുഭാഗത്തായിരിക്കുന്ന പ്രിയപ്പെട്ട ഗബ്രിയേൽ, ഇന്ന് ഈ ദേവാലയം നിറയെ എനിക്ക് ദൈവജനത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 250-ന് മുകളില് ദൈവജനം ഇന്നേ ദിവസം ഈ ഒരു തിരുക്കർമ്മത്തിൽ, അതും വിദേശത്തു നിന്നും കേരളത്തിൽ നിന്നും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ഇടവകാല കുടുംബത്തിലെ എല്ലാ വീടുകളിൽ നിന്നുള്ള സാന്നിധ്യം ഈ ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഇടവകാല കുടുംബത്തിലെ ഗബ്രിയേൽ എന്ന് പറയുന്ന കുഞ്ഞിന്റെ ആഘോഷകരമായ വിശുദ്ധ കുർബാന സ്വീകരണം നേരിട്ട് കാണുവാനും ആ കുഞ്ഞിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനും അവന്റെ ഭാവി ജീവിതത്തിന് എല്ലാ അനുഗ്രഹ ആശംസകളും നേരുവാനും വേണ്ടിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ ദേവാലയത്തിലായിരിക്കുന്നത്. നിങ്ങളുടെ ഈ സാന്നിധ്യം തന്നെയാണ് ഈ ഒരു കുഞ്ഞിനെ ഏറെ അനുഗ്രഹപ്രദമാക്കുന്നത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം ഈ കുടുംബം മുഴുവനും ഈ ഒരു ആഘോഷത്തിന് വേണ്ടി ഇവർ ഒരുങ്ങുകയായിരുന്നു. നീണ്ട ഒരുക്കത്തിന് ശേഷമാണ് ഈ ഫെബ്രുവരി മാസത്തിലെ 2/2/2025 ഈ കുഞ്ഞൻ ഞായറാഴ്ച ഈശോയെ ആഘോഷകരമായ രീതിയിൽ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത്. നീണ്ട ഒരുക്കം എന്ന് പറയുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് ഇത്. മാതാപിതാക്കളാകട്ടെ മക്കളാകട്ടെ ഒരുമിച്ച് ദൈവത്തിന് മുമ്പിൽ സായാഹ്നങ്ങളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാപൂർവമായിരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം. ഈ കുഞ്ഞിനെ വേണ്ടപോലെ ഒരുക്കിയാണ് ഈ ഒരു തിരുക്കർമ്മത്തിലേക്ക്, ദേവാലയത്തിലേക്ക് മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്ററും ഈ ദേവാലയത്തിൽ കുഞ്ഞിനെ ആനയിച്ചിരിക്കുന്നത്. നീണ്ട പരിശീലനം ഇതിന്റെ പിന്നിലുണ്ട്. 1 വർഷ കാലഘട്ടത്തിൽ നീണ്ട പരിശീലനം നൽകിയ ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ എനിക്ക് മറക്കുവാൻ സാധിക്കുകയില്ല. കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് ഈ കുഞ്ഞിനെ പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടി തന്നെ ഒരുക്കാറുണ്ട്. രണ്ടുപേരും കാറ്റഗിസം ടീച്ചേഴ്സ് ആണ് എന്ന് പറയുവാൻ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. അതിൻ്റെതായ ഒരു ചൈതന്യം ഈ ആഘോഷകരമായ വിശുദ്ധ കുർബാന സ്വീകരണത്തിലെ ഈ കുഞ്ഞിന് ലഭ്യമാകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇടവകയായ കുടുംബത്തെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രമാത്രം ചൈതന്യത്തോടു കൂടിയാണ് ഈ ഒരു തിരുക്കർമ്മം ഇന്നേ ദിവസം ഈ ദേവാലയത്തിൽ നടത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം വിശുദ്ധമായ കുമ്പസാരങ്ങളുടെ കൂജാസ സ്വീകരിച്ച് പാപവിമുക്തമായ രീതിയിലാണ് ഈ കുഞ്ഞ് ഈ ദേവാലയത്തിലാണ് ആയിരിക്കുന്നത്. കുഞ്ഞ് മാത്രമല്ല, കുടുംബം മുഴുവനും, കുടുംബാംഗങ്ങൾ മുഴുവനും ഒരുങ്ങി തയ്യാറായി കുമ്പസാരങ്ങളുടെ കൂജാസ സ്വീകരിച്ചാണ് ഈ കുഞ്ഞിന് വേണ്ടി ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഈ കുടുംബം ഒരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്,
പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഈ ഒരു കുഞ്ഞ് കടന്നു വരുന്നു കഴിയുമ്പോൾ അതിൻ്റെതായ ചൈതന്യത്തിൽ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് കുഞ്ഞിനെ സാധിക്കുകയാണ് എന്നുള്ള കാര്യം ഇന്ന് നമ്മൾ വായിച്ചു കേട്ട 3 വായനകളിലും 4 വായനകളിലും ഒക്കെയായിട്ട് ബലി അർപ്പണത്തെ കുറിച്ചുള്ള ചിന്തകളാണ് തിരുവചനങ്ങൾ മുഴുവനും പങ്കുവയ്ക്കുന്നത്. പഴയ നിയമത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പഴയ നിയമ ഇസ്രായേൽ ജനം ദൈവത്തിന് വേണ്ടി ബലി അർപ്പിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകളാണ് പകർന്നു നൽകുന്നത്. ബലി അർപ്പിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് അവരുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളതും, രണ്ടാമതായിട്ട് ഈ ബലി അർപ്പണത്തിന് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായതിനെ നൽകുവാൻ അവർ ശ്രദ്ധിച്ചു എന്നുള്ളതും ഒക്കെ ഇസ്രായേൽ ജനത്തിന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് വചനത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഒന്ന് ബലി അർപ്പണത്തിന് വില കൊടുക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പഴയ നിയമം പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായതേ ദൈവത്തിന് സമർപ്പിക്കാവൂ എന്നുള്ള കാര്യം കൂടി ഈ ഒരു തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗബ്രിയേൽ തന്നെ ലേഖന ഭാഗം മലയാളത്തിൽ വായിക്കുകയുണ്ടായി. സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അറിയാം, മറ്റ് ഭാഷകളിലാണ് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എങ്കിലും മലയാളത്തിൽ നമ്മുടെ തനതായ ഭാഷയിൽ ലേഖന ഭാഗത്തിലൂടെ കുഞ്ഞ് നമ്മെ ഓർമ്മപ്പെടുത്തിയ വലിയൊരു കാര്യമെന്ന് പറയുന്നത് പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള ചിന്തകളാണ്. യേശു അപ്പമെടുത്ത് വാട്ടി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിയ ആ കൃതജ്ഞതാ സ്തോത്ര ബലിയെ കുറിച്ചുള്ള ചിന്തകൾ, ബലി അർപ്പണത്തെ സ്ഥാപനത്തിന്റെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ആഘോഷകരമായി ഈ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് ഈ കുഞ്ഞ് നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഈശോ അപ്പമെടുത്ത് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് കുർബാന സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിലും ഈ സ്നേഹത്തിന്റെ ഉടമ്പടിയെ കുറിച്ചുള്ള ചിന്തകളാണ് പകർന്നു നൽകുന്നത്. പുതിയ ഉടമ്പടി എപ്പോഴും സ്നേഹത്തിൽ ചാലിച്ചാണ് നൽകിയിരിക്കുന്നത്. ഒരു വീട്ടിൽ സാധാരണ അമ്മമാരാണ് ആഹാരം വിളമ്പി നൽകുന്നത്. ഒരു അമ്മയുടെ സ്നേഹവും ഒരു അപ്പന്റെ സ്നേഹവും ചേർത്ത് വെച്ചുകൊണ്ടുള്ള നല്ല ഒരു കൃതജ്ഞത ബലി അർപ്പണ കാര്യങ്ങളാണ് ഈ വചനഭാഗങ്ങൾ മുഴുവൻ നമുക്ക് പകർന്നു നൽകുന്നത്. പ്രിയമുള്ളവരെ, ബലി അർപ്പണത്തിൽ നമുക്കറിയാം സ്നേഹം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്നേഹത്തിന് പ്രമാണവുമായിട്ടാണ് ഈശോ നമ്മുടെ പുതിയ നിയമത്തിലേക്കൊക്കെ നമുക്ക് കടന്നു കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്നേഹത്തിൽ ചാലിച്ച ബലി അർപ്പണത്തിന് എന്റേതായ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ള കാര്യം തിരുവചന ഭാഗം മുഴുവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഒരു ബലി അർപ്പണം കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ ശരീരം എങ്ങനെ വിഭജിച്ച് മറ്റുള്ളവർക്ക് നൽകും എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. അവരെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. എങ്ങനെ തന്റെ ശരീരം വിഭജിച്ച് മറ്റുള്ളവർക്കായിട്ട് അവൻ നൽകുന്നത്, എങ്ങനെ തന്റെ രക്തം പാനം ചെയ്യുവാൻ മറ്റുള്ളവർക്കായിട്ട് നൽകുന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പോലും നിൽക്കാത്ത പ്രഭാതമായിട്ട് ഉദാശകളിലൂടെ ഈ ബലിയർപ്പണം തുടരുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ യഥാർത്ഥമായ ശരീരം നമുക്ക് ഭക്ഷിക്കുവാൻ നൽകിക്കൊണ്ടാണ് അവൻ തന്റെ സ്നേഹം നമ്മിൽ പ്രകടമാക്കുന്നത്. തന്റെ തിരു രക്തം പാനം ചെയ്യുവാൻ നമ്മെ അനുവദിച്ചുകൊണ്ടാണ് തന്റെ സ്നേഹത്തിന്റെ പ്രമാണത്തിന്റെ ഉടമ്പടി അവൻ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ ഒരു ബലി അർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ ഇതിന്റെ ശ്രേഷ്ഠത നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഗബ്രിയേലിന് വേണ്ടി മാത്രമല്ല, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സന്ദേശം പോലെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗബ്രിയേലിനെ സ്നേഹപൂർവ്വം കുടുംബാംഗങ്ങൾ വിളിക്കുന്നത് ഗബ്രു എന്നുള്ള വാക്കിലാണ് പ്രത്യേകമായി വിളിക്കുന്നത്. മാലാഖയുടെ പേരാണ് ഇവർ നൽകിയിരിക്കുന്നത്. മാമോദിസ പേര് ജോസഫ് എന്നുള്ള നാമധേയമാണ് മാമോദിസ വേളയിൽ നൽകിയിരിക്കുന്നത്. വിശുദ്ധന്റെ സാന്നിധ്യവും മാലാഖമാരുടെ സാന്നിധ്യവും നിലനിൽക്കുന്ന സദസ്സിൽ ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച് തുടർന്ന് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബലിയർപ്പണത്തിനായിട്ട് ദേവാലയത്തിൽ കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ പക്കൽ ബലി അർപ്പിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കണം.
നൽകുവാൻ എന്തെങ്കിലും ആയിട്ട് വരുവാൻ പാടുള്ളൂ. അത് നമ്മുടെ സമയമായിരിക്കണം. രണ്ടാമത് നമുക്ക് ഉള്ളതായിരിക്കണം. ഒക്കെ സമർപ്പിക്കുവാൻ നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മുടെ ബലിയർപ്പണത്തിന് നമ്മുടെ ജീവിതത്തിന്റെ സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിനായിട്ട് മാറ്റിവെക്കണം എന്ന് പറയുന്നത്. ഇതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് താമസിച്ച് വരുവാൻ സാധിക്കുകയില്ല. ഇതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അലസമായിട്ട് ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയില്ല. പരിപൂർണമായി ആദ്യം മുതൽ അവസാനം വരെ ബലിയർപ്പണത്തിന്റെ ശ്രേഷ്ഠതയിലായിരിക്കാൻ നമുക്ക് സാധിക്കും. ഇത് നമുക്ക് അനുഭവമാകണം. അനുഭവമാകാത്തവരെ സംബന്ധിച്ചോളം ഒരു വിരസമായ ഒരു അപാകപടം കാണുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ ഇത് കാരണമാകും. അങ്ങനെയല്ല, ഇത് സ്നേഹത്തിൽ ചാലിച്ച ഉടമ്പടിയാണ്. അങ്ങ് ബലിയർപ്പിച്ച ആ ഒരു ഉടമ്പടിയുടെ പുനരാവർത്തനമാണ് ഈ ഒരു ബലിയർപ്പണം എന്നുള്ള കാര്യം മനസ്സിലാക്കി ഈ ബലിയിൽ പങ്കുചേരുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിലുള്ള ബലിയും സമയവും ഒക്കെ നമ്മൾ കൊടുക്കുവാൻ കാരണമാകണം. ഇത് ബലിയർപ്പണത്തിന് വേണ്ടിയുള്ള സമയമാണ്. ആഴ്ചയിൽ ഒന്ന് ദൈവവുമായിട്ട് നന്ദി പറയുവാൻ കണ്ടുകൊണ്ടുന്ന അവസരമാണ്. ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്ന സമയമാണ്. അത് പൂർണ്ണമായിട്ട് അതിനുവേണ്ടി തന്നെ മാറ്റിവെക്കുവാനും ബലിയർപ്പണത്തിൽ നേരത്തെ എത്തിച്ചേർന്ന അവസാനം വരെ അനുഭവത്തോടുകൂടി പങ്കുചേരുവാനും എന്തെങ്കിലും എനിക്ക് ലഭിച്ചു എന്നുള്ള ചിന്തയോടുകൂടി ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ബലിയർപ്പണം പൂർണ്ണമാകുന്നത് എന്നുള്ള കാര്യം ഈ ഒരു ആഘോഷകരമായ വിശുദ്ധ സ്വീകരണ സമയത്ത് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യ കുർബാന സ്വീകരണം കുഞ്ഞിന്റേത് മാമോദിസ അവസരത്തിൽ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഈ കുഞ്ഞ് സ്വീകരിക്കുന്നത് ആഘോഷകരമായ വിശുദ്ധ കുർബാന സ്വീകരണമാണ്. കാരണം സഭ പ്രത്യേകമായിട്ട് ഓരോ കുഞ്ഞുങ്ങൾക്കും അനുവദിച്ച് നൽകിയിരിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് മാത്രമാണ് ഏതൊരു സഭാ നേതൃത്വത്തിനും ഏതൊരു സഭയിലെ വികാരിയച്ഛനും ഏതൊരു ഇടവകയിലെ പുരോഹിതനും ഈ ഒരു വിശുദ്ധ കുർബാന സ്വീകരണം അനുവദിച്ച് നൽകുവാൻ സാധിക്കുകയുള്ളൂ. ശ്രേഷ്ഠകരമായ രീതിയിലുള്ള സമയമായിരിക്കുകയാണ്. നീണ്ട ഒരുക്കത്തിന് ശേഷം, ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം ഈ കുഞ്ഞ് ഈ ദേവാലയത്തിന്റെ നടുഭാഗത്ത് ഈശോയെ സ്വീകരിക്കുവാൻ ഏറെ ആഗ്രഹത്തോടുകൂടി ഏറെ അടുത്ത ഒരുക്കത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥനാപൂർവം ഈ കുഞ്ഞിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. ഒരു നിമിഷത്തെ നിങ്ങളുടെ പ്രാർത്ഥന ഈ കുഞ്ഞിന്റെ ഭാവി ജീവിതത്തിന് ഏറെ സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്രയും പേരുടെ പ്രാർത്ഥനകൾ ഒന്നുചേർന്ന് ഈ ദിവ്യബലിയോട് ചേർന്ന് ലഭ്യമാകുമ്പോൾ അത് കുഞ്ഞിന് വലിയ അനുഗ്രഹമായിട്ട് ഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒന്ന്, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണം. അത് കുഞ്ഞിന്റെ എല്ലാ മേഖലയിലും വലിയ ശക്തിയായിട്ട് ഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ പ്രാർത്ഥനാശംസകളും നമുക്ക് ഒന്ന് ചേർന്ന് നമുക്ക് നേരാം. കുടുംബാംഗങ്ങളായ നമ്മുടെ ഇടവകാന്ന കുടുംബം ഒന്നിച്ച് നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ശ്രേഷ്ഠകരമായ ഈ ആഘോഷ സ്വീകരണത്തില് ഈ കുഞ്ഞിനെ നമുക്ക് നോക്കി കാത്തിരിക്കാം. എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് എല്ലാ ആശംസകളും നേരുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.